അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാഹനമായിരുന്നു. 2016 മോഡൽ 17 സീറ്റ്. ഈ ഒരു വണ്ടി നമ്മൾ രണ്ടാമത് റിട്ടേൺ എടുത്ത് വീണ്ടും സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത് 2016 മോഡൽ 17 സീറ്റ്. ഓൾറെഡി 2 വർഷം മുമ്പ് നമ്മൾ ഈ ഒരു വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നോർമൽ തൃശ്ശൂർ മോഡലായിരുന്നു ഈ ഒരു വണ്ടിയിലെ വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നത്. അത്യാവശ്യം ഇൻറ്റീരിയൽ അതേമാതിരി സൗണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ ഈ ഒരു വണ്ടിയിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ രണ്ടാമത് നമ്മൾ എടുത്തതിന് ശേഷം ചെയ്താണ് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സൺസൈഡ്, പിന്നെ ഗ്രില്ലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു വണ്ടീനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും മെക്കാനിക് സൈഡ് ആണെങ്കിലും ഫുള്ള് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമായിരുന്നു. നമ്മുടെ ഈ ഒരു വണ്ടി 2 വർഷത്തോളം ഒരു കസ്റ്റമർ യൂസ് ചെയ്തതിന് ശേഷം അവർ രണ്ടാമത് സെയിൽ ചെയ്യാന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഒരു കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ അവർക്ക് രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ സംശയമാണ്, നിങ്ങൾ കൊടുത്ത വണ്ടി നിങ്ങൾ റിട്ടേൺ എടുക്കുമ്പോൾ ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ ലോസ് ആയിട്ടാണോ എടുക്കുക എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും നമ്മൾ റിട്ടേൺ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡീലർ എടുക്കണേക്കാട്ടിയും എന്തെങ്കിലുമൊക്കെ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയതിന് ശേഷമാണ് നമ്മൾ വണ്ടികൾ റിട്ടേൺ എടുക്കാറുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്താണ് വണ്ടി അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്താണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് കൊണ്ടുവന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അടുത്തൊരു കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കൊടുത്തേണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ കൊടുക്കാനൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതേപോലത്തെ വണ്ടികളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെയിലിനാണെങ്കിലും അതേപോലെ തന്നെ ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വർക്കിനെ സംബന്ധിച്ചതാണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് താല്പര്യമുള്ള ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ.